ദാഹമാൽ വലഞ്ഞൊരിക്കൽ ഞാൻ വരും, സ്നേഹമേ കൗസറൊരിറ്റന്ന് തരൂ. ദാഹമാൽ വലഞ്ഞൊരിക്കൽ ഞാൻ വരും, സ്നേഹമേ കൗസറൊരിറ്റന്ന് തരൂ. തട്ടിടല്ലേ സെയ്തി അന്നെൻകരം, തട്ടിയാൽ വിഫലമാണീ ജീവിതം, തട്ടിയാൽ വിഫലമാണീ ജീവിതം. വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബി, വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി. കൈപിടിക്കാനാരുമില്ല യാ അബീ, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോയിന്റിൽ തീർത്ത് എടുക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്കത് ഏകദേശമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇന്നത്തെ വിഷയം ഇന്നലത്തേതിൻ്റെ തുടർച്ച തന്നെയാണ്. അതായത് ഒരു മുക്കല്ലഫായ മനുഷ്യന് അള്ളാഹുവിന് നിർബന്ധമായ, അള്ളാഹുവിന് പാടില്ലാത്ത, അള്ളാഹുവിന് ജായിസായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ ശർഈയായ വുജൂബാണ്. അതുപോലെ പ്രവാചകന്മാർക്ക് നിർബന്ധമായതും പാടില്ലാത്തതും അനുവദനീയമായതുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയലും ഒരു മുക്കല്ലഫായ മനുഷ്യന് അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അറിഞ്ഞാൽ മതിയോ സഹോദരന്മാരെ? അറിഞ്ഞാൽ മതിയോ? വിശ്വാസം വേണ്ടേ? അറിവ് തന്നെയാണോ വിശ്വാസം? അറിവ് തന്നെയാണോ വിശ്വാസം? എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അറിവാണോ വിശ്വാസം? അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെന്ത് വേണം? വിശ്വാസം എന്ന് പറയുന്നത് അറിവിനെ, ഈ നമ്മളിവിടെ കിതാബിൽ പറയാൻ പോകുന്ന മാരിഫത്ത്, നമ്മൾ പറഞ്ഞെന്താണ്? ഐ ആരിഫ അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതാ വയജിബു അലാ കുല്ലി മുക്കല്ലഫിൻ ശർഅൻ ഐ ആരിഫ. അപ്പോൾ ആ സംശയം നിങ്ങൾ ഇന്നലെ സംശയിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കേണ്ടതായിരുന്നു. വയജിബു അലാ കുല്ലി മുക്കല്ലഫിൻ ശർഅൻ ഐ ആരിഫ മാ യജിബു ഫി ഹഖി മൗലാന. അള്ളാഹുവിനെ സംബന്ധിച്ച് അവനക്ക് വാജിബ കാര്യങ്ങളെ അറിയൽ നിർബന്ധമാണ്. അറിയാന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണഗതിയിൽ മാരിഫത്ത് തെളിവ് സഹിതം അറിയാന്നുള്ളതാണ്. തെളിവ് സഹിതം അറിഞ്ഞാൽ ഈമാൻ ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എന്താണ്? ഈമാനാണല്ലോ, അറിവല്ലല്ലോ. തെളിവ് സഹിതം മനസ്സിലാക്കിയ ആളുകൾക്കും എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല, ഈമാന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈമാൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ഈമാൻ എന്ന് പറയുന്നത് തെളിവ് മുഖേന ഒരു കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ മന്ത്രമാണ്. ഹദീസുൻ നഫ്സ്, ഇതാണ് കിതാബിൽ തഹക്കീക്കായ, അതായത് നല്ല ശരിയായ അതിൻ്റെ നിർവചനം ഖൗലു തഹക്കീക്ക് എന്ന് പറയും. എന്ത്? മാരിഫത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് മുഖേന മനസ്സിലാക്കുക. തെളിവില്ലെങ്കിൽ അത് തഖ്ലീദായി. തെളിവില്ലെങ്കിൽ ഒരാൾ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ 20 സിഫത്ത് ജായിസായ ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളിന്ന് ഏറെക്കുറെ ആളുകളുടെയും സ്ഥിതി അതായിരിക്കും അല്ലേ? 20 സിഫത്തുകളൊക്കെ പെണ്ണിന്ന് വരും, പക്ഷേ അതിൻ്റെ തെളിവുകൾ നമുക്ക് അറിയണമെന്നില്ല. തെളിവ് അറിയാമെന്നുള്ളത് നല്ലത് തന്നെയാണ്. നമ്മളെല്ലാവരും ഇല്ലല്ലോ. നമ്മളിപ്പോൾ
ഇവിടെയുള്ള ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇപ്പം ഇത് ക്ലാസ് പങ്കെടുക്കുന്ന ആളുകളായ നമ്മൾക്ക് തന്നെയെങ്കിലും അതിൻ്റെ തെളിവ് സഹിതം നാം പഠിച്ചിരിക്കണം. മൊത്തത്തിൽ നമുക്ക് നിർബന്ധമുള്ളത് എന്താണ്? അള്ളാഹുവിന് എല്ലാ പൂർണ്ണതകളും ഉണ്ടെന്ന് നാം വിശ്വസിക്കുക. അതാണ് ഇജ്മാലിയായ തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ വിധത്തിലുള്ള പരിപൂർണതകളും സ്ഥിരപ്പെട്ടതാകുന്നു എന്ന് വിശ്വസിക്കുക. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ഇജ്മാൽ നിലയ്ക്കുള്ള മൊത്തത്തിലുള്ള വിശ്വാസം. ഇത് വിശ്വസിക്കാഞ്ഞാൽ പിന്നെന്തായി അവിടെ? ഇത് വിശ്വസിക്കാതിരുന്നാൽ നമ്മുടെ ഈമാനിനെ ബാധിക്കും. വിശദമായ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഈ 20 സിഫത്തുകൾ അതിൻ്റെ തെളിവ് സഹിതം മനസ്സിലാക്കുക. 20 സിഫത്തുകളും അതുപോലെ തന്നെ പാടില്ലാത്ത 20 കാര്യങ്ങളും ജായിസായ ഒരു കാര്യം. പ്രവാചകന്മാരെക്കുറിച്ചും അങ്ങനെ തന്നെ 9 കാര്യങ്ങൾ. അത് തെളിവ് സഹിതം മനസ്സിലാക്കലാണ് വിശദമായ വിശ്വാസം എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള വിശ്വാസം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ പൂർണ്ണതകളും വാജിബാകുന്നു എന്ന് വിശ്വസിക്കുക. അഖലിയ വുജൂബേ അത് ഉണ്ടാവൽ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ രണ്ടും മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഏത് തഫ്സീലിയായ ഈമാനും ഇജ്മാലിയായ ഈമാനും. ഇജ്മാലിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ പൂർണ്ണതകളും, നമ്മൾ നമ്മുടെ പൂർണ്ണതകൾ അല്ലാഹു തആലക്ക് പൂർണ്ണതകളായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടികളായ നമുക്ക് പൂർണ്ണതയായി നമുക്ക് ബോധ്യപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ചത് പൂർണ്ണത ആയിക്കോണമെന്നുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ പറയും? ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. ഇത് നമ്മളൊരു ബുദ്ധിപരമായ ചർച്ചയാണല്ലോ. സൃഷ്ടികൾക്ക് പൂർണ്ണത അള്ളാഹുവിന് പൂർണ്ണതയാകുമോ ഇല്ലയോ? ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു സൃഷ്ടികളാ നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹിതനാവുക എന്നുള്ളത് എന്താണ്? ഒരു പൂർണ്ണതയാണോ അല്ലെങ്കിൽ അപൂർണതയാണോ? വിവാഹിതനാവുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം, സൃഷ്ടികളാ നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹിതനാവുക എന്നുള്ളത് എന്താ? എന്താണ് ആരും പറയാത്തത്? ആരും വിവാഹം കഴിച്ചവരില്ലേ? പൂർണ്ണതയാണ്. വിവാഹിത ഫക്കത് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് ഹറസ സുലുസൈ ദീനിഹി. അവൻ്റെ ദീനിൻ്റെ 2 ഭാഗവും അവന് പൂർത്തീകരിച്ചു അല്ലേ? ഒരുമിച്ച് കൂട്ടി. ഫലത്തഖില്ലാഹ ഫി സുലുസിൽ ബാക്കിയുള്ള ഒരു 1/3 അവന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിവാഹിതനാവുക എന്നുള്ളതല്ല പൂർണ്ണത. ഒരു മനുഷ്യനെ സംബന്ധിച്ചുകൊണ്ട് ഒരു കമാലിയത്ത് ഏതാകുന്നു? പൂർണ്ണത എന്ന് പറയുന്നത് അവൻ വിവാഹിതനാകുന്നതിലാണ്. മനസ്സിലായില്ലേ? അപ്പം സൃഷ്ടികളാ നമുക്കുള്ള കമാലാത്തുകൾ, പൂർണ്ണതകൾ അള്ളാഹുവിൻ്റെ കമാലാത്തല്ല. നമ്മുടെ പൂർണ്ണത എന്താണ്? അറിവ് നേടുക എന്നുള്ളത് പൂർണ്ണതല്ലേ? അല്ലേ? അറിവ് നേടുക എന്നുള്ളത്, അറിവ് നേടിയെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയാണോ അല്ലെങ്കിൽ അപൂർണതയാണോ? അറിവ് നേടുക എന്നുള്ളത് അറിവ് നേടിയെടുക്കുക എന്നുള്ളത് പൂർണ്ണതയാണോ അപൂർണതയാണോ നമ്മെ സംബന്ധിച്ചിടത്തോളം? അറിവ് സമ്പാദിക്കുക എന്നുള്ളത് എന്താണ് സുഹൃത്തുക്കളെ? എന്താണെന്ന് പറയോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുക, എന്നാലല്ല ഇത് ഒരു മട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് ടെക്സ്റ്റ് വേഗം വൈകുന്നത് കൊണ്ടായിരിക്കും. അതെ, അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയാണ്. അതില്ലാതിരുന്നാൽ എന്താണ്? ജഹിലി എന്നുള്ളത്, വിവരക്കേട് എന്നുള്ളത് അതൊരു പോരായ്മയാണ്. വിവരം എന്നുള്ളത് എന്താ? വിവരം ഉണ്ടായിരിക്കുക എന്നുള്ളത് അതൊരു പൂർണ്ണതയാണ്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് വിവരം സമ്പാദിക്കുക എന്നുള്ളത് പൂർണ്ണതയാണോ? വിവരം സമ്പാദിക്കുക എന്നുള്ള അള്ളാഹിനെ കുറിച്ച് പൂർണ്ണതയാണോ? അല്ല. അള്ളാഹുവിന് അങ്ങനെ വിവരം സമ്പാദിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിന് അങ്ങനെ വിവരം സമ്പാദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവരം സമ്പാദിക്കുക എന്നുള്ളത് നമുക്കുള്ള പൂർണ്ണതയാണെങ്കിൽ, ഖാലിക്കായ അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് വിവരം സമ്പാദിക്കേണ്ട കാര്യം, അള്ളാഹു തആല എല്ലാം അറിവുള്ളവനാണ്. അവൻ്റെ ധാത്ത് കൊണ്ട് തന്നെ, അവൻ്റെ ഇൽമു എന്ന് പറയുന്ന സിഫത്ത് കൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും, ഇൽമു എന്ന് പറയുന്ന ഒരു ഗുണം കൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളെയും അവനുള്ളതുപോലെ മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കുക എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണല്ലോ, മനസ്സിൻ്റെ പ്രവർത്തന. അള്ളാഹു തആല അറിയുന്നുണ്ട്, എല്ലാത്തിനെയും കശ്ഫ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു സിഫത്ത്, ഒരു ഗുണം അള്ളാഹുവിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചുരുക്കം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് എല്ലാ പരിപൂർണതകളും ഉണ്ടെന്ന് നാം വിശ്വസിക്കുക. ഉണ്ട് എന്ന് നാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പരിപൂർണത? നമുക്ക് പരിപൂർണത അതെല്ലാം തന്നെ അള്ളാഹുവിന് പരിപൂർണത ആയിക്കോണം. നമ്മുടെ മാനദണ്ഡമല്ല അള്ളാഹുവിൻ്റെ മാനദണ്ഡം എന്നർത്ഥം. അതൊക്കെ വ്യത്യാസമുണ്ട്.
അള്ളാഹുവിൻ്റെ ഹയാത്തും നമ്മുടെ ഹയാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റെ ഏത് സിഫത്തെടുത്തോളൂ എല്ലാം നമ്മൾ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഗുണങ്ങളാകുന്നു. കാരണം അള്ളാഹു തആലക്ക് എന്ത് സിഫത്തുണ്ട്? മുഖാലിഫുൽ ലിൽ ഹവാദിസ്, സൃഷ്ടികളോടൊക്കെ അവനെതിരാവണം എന്നുള്ള ഒരു സിഫത്തുണ്ടല്ലോ. അപ്പം നമ്മൾ അറിവ് സമ്പാദിക്കുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ ഇൽമ്. അതുപോലെ തന്നെ നമ്മുടെ ഹയാത്ത് പോലെയല്ല അള്ളാഹുവിൻ്റെ ഹയാത്ത്, നമ്മുടെ ഖുദ്റത്ത് പോലെയല്ല അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, നമ്മുടെ സമഅ് പോലെയല്ല അള്ളാഹുവിൻ്റെ സമഅ്, നമ്മുടെ ബസർ പോലെയല്ല അള്ളാഹുവിൻ്റെ ബസർ, നമ്മുടെ കലാമ് പോലെയല്ല അള്ളാഹുവിൻ്റെ കലാം. എല്ലാം വ്യത്യാസമുണ്ട്. ഏത് സിഫത്ത് എടുത്താൽ വെച്ചാലും നമുക്ക് അതിലൊക്കെ പരിപൂർണത ഒരു രൂപത്തിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരിപൂർണത നമ്മുടെ പരിപൂർണതയെ പോലെയല്ല, വ്യത്യസ്തമായ നിലക്കാകുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിൽ ഉള്ള മാനദണ്ഡത. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ ഒരു സംഗതി വിശ്വസിക്കുമ്പോൾ അതെന്തായിരിക്കണം? ആ സംഗതി തെളിവ് മുഖേനയായിരിക്കണം. തെളിവ് മുഖേനയായിരിക്കണം ഒരാൾ ഒരു സംഗതി വിശ്വസിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവൻ്റെ വിശ്വാസം പരിപൂർണത ലഭിക്കുകയുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ തഖ്ലീദിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ചുരുക്കം പറയാൻ വെച്ചാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലുള്ള ഒരു ഈമാന് അവർക്ക് ആവശ്യമാണ്. ഒരു തെളിവ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ എന്ന് പറയുന്നതും മാരിഫത്ത് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കാരണം ജൂത നസറാക്കൾ അള്ളാഹിൻ്റെ റസൂലിനെ നല്ലോണം അറിഞ്ഞിരുന്നവർ. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്, മാരിഫത്ത് എന്നാൽ എന്താണ്? തെളിവ് മുഖേന ഉറച്ച വിശ്വാസത്തിനേക്കാവും, തെളിവ് മുഖേന മനസ്സിലാക്കിയ ഉറപ്പുള്ളതായ ഒരവസ്ഥക്കാണ് എന്തെന്ന് പറയുക, വിശ്വാസത്തിനാണ് പിന്നെ മാരിഫത്ത് എന്ന് പറയും. പക്ഷേ അത് ഈമാനാവണമെങ്കിൽ ആ അറിവ് ഉണ്ടായാൽ പോരാ. എന്ത് വേണം? ആ അറിവ് നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കണം. അതെങ്ങനെ മന്ത്രിക്കൽ? പിന്നെ ആമന്തു ബിദാലിക, അള്ളാഹുവിനെ റബ്ബായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായിട്ടും ഇസ്ലാമിനെ എൻ്റെ മതമായിട്ടും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ മന്ത്രം. അതാണ് ഈമാൻ. അറിവുണ്ടായ മാരിഫത്ത് മാത്രം പോരാ എന്നുള്ളതാണ് തഹ്ഖീഖ്. മനസ്സിലായില്ലേ? മാരിഫത്ത് മാത്രം പോരാ. ഇത് ആനിൻ നഫ്സിൻ്റെ ഒരു മന്ത്രം, ഹദീസിൻ നഫ്സ് വേണം. അതാ നേരത്തെ പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഒരായത്തത്? ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, അല്ലേ? ഫീമാ ഷജറ ബൈനഹും എന്താ പറഞ്ഞത്? എവിടെയായിരുന്നത്? അല്ലേ? ഫീമാ ഷജറ ബൈനഹും വയുസല്ലിമു, അതെ. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. കണ്ടോ? പ്രവാചകരെ അവരെ ഹാക്കിമാക്കുന്നത് വരെ അവർ വിശ്വാസിയാവൂല. അവർക്കിടയിൽ തർക്കമുണ്ടായ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹിനെ അവരെന്ത് ചെയ്യണം? ഹാക്കിമാക്കണം. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. അതെ, പ്രവാചകരെ നിങ്ങൾ വിധിച്ചതായിരിക്കുന്ന ഒന്നിൽ, അവിടുന്ന് വിധിച്ചതായിരിക്കുന്ന ഒന്നിൽ അവരെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. വൈസല്ലിമോ തസ്ലീമ, പരിപൂർണമായിട്ടും അവർ വൈപ്പെടണം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു തസ്ലീം, ഒരു റിളൽ കൽബി, റിളൽ നഫ്സി, അതോടുകൂടെ ഉള്ള ഒരു സംസാരത്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ മാരിഫത്ത് മാത്രം പോരാ, ഏത് കൂടി വേണം? അതിൻ്റെ കൂടെ മനസ്സിൻ്റെ മന്ത്രണം കൂടി വേണം. അള്ളാഹുവിനെ ഞാൻ റബ്ബായിട്ടും ഇസ്ലാമിനെ ഞാൻ മതമായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നബിയായിട്ടും വിശ്വസിച്ചിരിക്കുന്നുള്ള മനസ്സിൻ്റെ തൃപ്തി അതും കൂടി ഉണ്ടാകുമ്പോൾ എന്താവുള്ളൂ? ഈമാൻ എന്ന് പറയുകയുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ മക്കയിലെ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൊണ്ട് നബിയാണെന്നും റസൂലാണെന്നൊക്കെ ശരിക്കും അവർക്ക് തെളിവ് സഹിതം തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. തെളിവ് സഹിതം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പല ആളുകളും. ഖുർആൻ പറയുന്നുണ്ട്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർ പ്രവാചകനെ അറിയുന്നുണ്ട്, അവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. കണ്ടോ? സ്വന്തം മക്കളെ അവർ തെളിവ് സഹിതം മനസ്സിലാക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയാണെന്ന് അവർ തെളിവ് സഹിതം മനസ്സിലാക്കിയിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ അവർക്കൊന്നുണ്ടായില്ല. ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകൾക്കാർക്കും എല്ലാവർക്കും ഈമാൻ ഉണ്ടായിട്ടില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈമാൻ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈമാൻ വേറെയാണ്, മാരിഫത്ത് മാരിഫത്ത് ഒന്നല്ല.
മാരിഫത്തിൽ നിന്ന് ഉത്ഭൂതമായി ഉണ്ടാകുന്ന മനസ്സിൻ്റെ മന്ത്രണവും കൂടി ഉണ്ടാകണം, അതിൻ്റെ മനസ്സിൻ്റെ ഇളയും കൂടി വേണം. അതാണ് സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. അവിടുത്തെ വിധിച്ച വിധിയിൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച വിധിയിൽ അവർക്ക് ഒരു മാനസികമായ പ്രയാസമുണ്ടാവരുത്. മനസ്സിൻ്റെ തൃപ്തി അവർക്ക് വേണം, റസൂലിനെ റസൂലായിട്ട് അംഗീകരിക്കണം. പിന്നെ അവർക്ക് ആ വിഷയത്തിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവാൻ പാടില്ല. അപ്പം മാരിഫത്ത് വേറെ, ഈമാന് വേറെ. മാരിഫത്ത് എന്ന് മുസന്നിഫ് റഹിമഹുള്ള അങ്ങനെ മാരിഫത്ത് എന്ന് പറയുമെങ്കിൽ ഒരു ഉദ്ദേശം എന്താണ് ഇവിടെ തഹ്ഖീഖായ വിവരണം പിന്നെ മഹാന്മാർ പറയുന്നത്, ഈ തെളിവ് സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനാൽ ഉണ്ടായിത്തീരുന്ന മനസ്സിൻ്റെ മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പരിഭാഷപ്പെടുത്താം. ഹദീസുൻ നഫ്സ് അതാകുന്നു എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് എന്ത് വേണം, സാധാരണക്കാരാണ് നമുക്ക് ഒരു മൊത്തത്തിലുള്ള തെളിവ് സഹിതം നാം ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മളെന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കിയിരിക്കണം. ഏതുപോലെ ചോദിച്ചാൽ നമ്മുടെ ഈമാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈമാൻ ശരിയാവണമെങ്കിൽ മുമ്പൊരു അറാബിനോട് ചോദിച്ച് കൈഫ അശ്ശരി തരീക്കത്തും ആത്തൂരി തരീക്കത്തും ഒന്ന് വിശദീകരിക്കാമോ? അതാണ് അശ്ശരി തരീക്കത്തിൻ്റെ അശ്ശരി തരീക്കത്ത് എന്നല്ല, അശ്ശരി തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ക്ലാസ് ശരിക്ക് ക്ലിയറായിട്ട് എല്ലാ ദിവസം നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് അശ്ശരി തരീക്കത്ത് അശ്ശരി മദ്ഹബ് എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ? അശ്ശരി തരീക്കത്തും മാത്തൂരി തരീക്കത്തും ഒക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്, രണ്ട് വഴികളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ വിശ്വാസത്തിലേക്കുള്ള രണ്ട് വഴികളാണ് അശ്ശരി തരീക്കത്തും മാത്തൂരി തരീക്കത്തും. അവർ ഈ രണ്ട് ഇമാമുകളും അബുൽ ഹസൻ അശ്ശരി ഇമാമും അബൂ മൻസൂർ ആത്തൂരി ഇമാമും പരസ്പരം കാണാത്തവരാണെങ്കിലും അവർക്കും ശരിയായ നിലയ്ക്ക് തെളിവ് സഹിതം കണ്ടെത്തിയതും അശ്ശരി ഇമാം കണ്ടെത്തിയതും അവർ കണ്ടെത്തിയതും തമ്മിൽ എല്ലാം ഒന്ന് തന്നെയാണ്. വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ, ഏറി വന്നാൽ 12ഓളം കാര്യങ്ങളിൽ, അതുതന്നെ അടിസ്ഥാനപരമായ ഭിന്നതയല്ല, ശാഖാപരമായ ഭിന്നതയിൽ മാത്രമേ അവർ തമ്മിൽ ഭിന്നിപ്പുള്ളൂ. മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എന്താകുന്നു, അവർ തമ്മിൽ ഒന്ന് തന്നെയാകുന്നു. അശ്ശരി തരീഖത്ത് എന്ന് തന്നെയാണ് നമ്മുടെ ക്ലാസ്. ഈ കിതാബ് സനൂസി എന്ന് പറയുന്ന ഉമ്മുൽ ബറാഹീൻ എന്ന് പറയുന്ന ഈ കിതാബ് അശ്ശരി തരീഖത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുക, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ടോ ഒരു നേരം കൊണ്ടോ ഒരു ക്ലാസ് കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അത്തരം. അപ്പോൾ ഓരോ കിതാബ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വന്നാൽ നിങ്ങൾക്ക് അതിന് പിന്നിലുള്ള പൂർണ്ണമായ വിവരം ഏകദേശം കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്കുണ്ടാവേണ്ട വിശ്വാസം എങ്ങനെയായിരിക്കണം? അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, പ്രവാചകന്മാരെ കുറിച്ച് ഒരു മൊത്തത്തിലുള്ള വിശ്വാസം. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും, മുമ്പ് മരുഭൂമിയിലൂടെ ആടിനെ മേച്ച് നടന്നിരുന്ന, ഒട്ടകത്തെ മേച്ച് നടന്നിരുന്ന ഒരു അറാബിയോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ റബ്ബിനെ മനസ്സിലാക്കിയത്? നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ റബ്ബിനെ മനസ്സിലാക്കിയതെന്ന ചോദ്യം. അപ്പോൾ എന്ത് പറഞ്ഞെന്നാണ് പറഞ്ഞത്? ഈ സംഭവം ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല തൻ്റെ തഫ്സീറിലും അതുപോലെ തന്നെ ഇബ്നുൽ ആരൊക്കെയായിരുന്നു, ഒരുപാട് ഉലമാക്കൾ അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല ഈ സംഗതി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സആലബി തഫ്സീർ സആലബിയിലുണ്ട്. അതായത് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ ഇസ്മായി എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു കവിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അയാൾ ചോദിച്ച് ഈ ഒട്ടകത്തെ മേച്ച് നടക്കുന്ന അറാബിയോട്, ബിമ അറഫ്ത റബ്ബക്ക, എൻ്റെ റബ്ബിനെ എങ്ങനെ മനസ്സിലാക്കിയത്, തെളിവ് സഹിതം എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. അറഫ്ത നമ്മൾ മാരിഫത്ത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, മാരിഫത്ത് എന്ന് പറയുന്നത് എന്താകുന്നു? തെളിവ് സഹിതം മനസ്സിലാക്കലാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ എന്ത് പറഞ്ഞെന്നറിയോ? എന്താണ് ഈ അറാബി പറഞ്ഞത്? അയാൾ പറഞ്ഞത് അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ വൽ അസറു യദുല്ലു അലൽ മസീർ ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ അലാ തദുല്ലു അലൽ അലീമിൽ ഖബീർ. കണ്ടോ, മരുഭൂമി വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്കും പോവാത്ത ഒട്ടകത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ജീവിച്ചതായിരിക്കുന്ന ഒരു അറബി പോലും കാട്ടറബി പോലും പറഞ്ഞത് തൻ്റെ റബ്ബിനെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് മറുപടി അൽ ബഅറത്തു,
ഞാൻ ഈ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ തദുല്ലു അലൽ ബൈറ്, ഒട്ടകത്തിൻ്റെ കാഷ്ടം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ അത് ഒട്ടകം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ആ ഒട്ടകത്തിൻ്റെ കാഷ്ടം അറിയിക്കുന്നുണ്ട്. അൽ ബഅറത്തു തദുല്ലു അലൽ ബൈർ. ഇജ്മാലിയായ ദലീലാണ് ഇപ്പോൾ പറയുന്നത്. ഇതുപോലെ തന്നെയെങ്കിൽ നമ്മുടെ ഈമാൻ ഉണ്ടാവണമെന്നുള്ള, ഇത് ഏറ്റവും ചുരുങ്ങിയത് ഇതുപോലെ തന്നെയെങ്കിലും ആയിരിക്കണം. അൽ ബഅറത്തു തദുല്ലു അലൽ ബൈർ, ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. വൽ അസറു യദുല്ലു അലൽ മസീർ ഉണ്ടോ? വൽ അസറു യദുല്ലു അലൽ മസീർ, ഒരു കാലടിപ്പാട് ഒരാൾ നടന്നു പോയി എന്നുള്ളതിന് മേൽ അറിയിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് അവിടെ കുറേ ഒരാൾ നടന്നു പോയ അടയാളം അങ്ങനെ കാണുന്നുണ്ട്, ചവിട്ടടി. അപ്പോൾ എന്താ മനസ്സിലാക്കുക അവിടെ നമുക്ക്? അല്ലെങ്കിൽ ഒരു പക്ഷി നടന്നു പോയ ഒരു പ്രാവിൻ്റെ ചവിട്ടുപടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആടിൻ്റെത് കാണുന്നുണ്ട്. അപ്പോൾ അസർ യദുല്ലു അലൽ മസീർ, ഈ ഒരടയാളം അത് ഒരാൾ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതാണ് അയാൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാണെങ്കിൽ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആളില്ലാതെ കണ്ട് ഈ സംഭവം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഈ കാട്ടറബിക്ക് പോലും സംഗതി മനസ്സിലായി. ഒരു ഫായിലില്ലാതെ കൊണ്ടൊരു ഫീൽ ഉണ്ടാവില്ല. വൽ അസ്റു യദുല്ലു അലൽ മസീർ, ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജ്. അപ്പോൾ ഒരുപാട് രാശികൾ അടങ്ങിയായിരിക്കുന്ന ആകാശം, വഅർളുൻ ദാതു ഫിജാജ്, പല വഴികളും നിറഞ്ഞതായിരിക്കുന്ന സമുദ്രങ്ങളും പുഴകളും അതുപോലെ തന്നെ കുന്നും മലയും മരുഭൂമിയും സമതലവും തുടങ്ങിയ എല്ലാം അടങ്ങിയതായിരിക്കുന്ന ഭൂമി. അലാ തദുല്ലു അലൽ അലീമിൽ ഖബീർ, എല്ലാം അറിവുള്ളവനായ, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായ നിലക്ക് അറിവുള്ളവനായ ഒരു സൃഷ്ടാവിൻ്റെ മേൽ ഇത് അറിയിക്കുന്നില്ലേ എന്നുള്ള ഈ അറബിയുടെ ചോദ്യം അതെ എന്ന മറുപടി ആർക്കും പറയാൻ കഴിയുള്ളൂ. ഒരു ബുദ്ധിയുള്ള ആൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു മറുപടിയാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒട്ടകത്തിനെ മാത്രം മേയിച്ച് നടന്ന, മരുഭൂമിയിൽ നിന്ന് മറ്റെവിടേക്കും പോവാത്ത ഈ അറബിക്ക്, കാട്ടറബി പോലും നിൻ്റെ റബ്ബിനെ ഇനി എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ മനസ്സിലാക്കിയതാണ്. ഒട്ടക കാഷ്ടം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാതെ ഒട്ടകം പോയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു അടയാളം കണ്ടാൽ ഒരാൾ നടന്നിട്ടുണ്ടെന്ന്, ചവിട്ടടയാളം കണ്ടാൽ നടന്നു പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആകാശങ്ങളും ഈ ഭൂമികളും, ഈ ആകാശവും ഭൂമിയൊക്കെ എന്തിനു മേൽ അറിയിക്കുന്നുണ്ട്? സൃഷ്ടാവായിരിക്കുന്ന, ഈ ആകാശം വെറുതെ അവിടെ ഉണ്ടാവില്ല. ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകത്തെ അറിയിക്കുന്നുണ്ടെങ്കിൽ ആകാശം ഭൂമിയും എല്ലാം തന്നെ അത് സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് വ്യക്തമായ നിലക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അയാളുടെ ഫിക്ർ പോയത് അതിലേക്കാണ്. ഈ രൂപത്തിലുള്ള ഈമാനങ്ങൾ നമുക്കില്ലേ? ഈ ഈമാൻ പോലും ഇല്ലാഞ്ഞാൽ പിന്നെ നമ്മുടെ ഈമാൻ ശരിയല്ല. ഇത്തരത്തിലുള്ള ഒരു ലളിതമായ ഒരു ഇജ്മാലിയായ മൊത്തത്തിലുള്ള ആയിരിക്കുന്ന ദലീൽ മുഖേന നാം അള്ളാഹുവിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മനസ്സിലായില്ലേ? അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് ഏതൊരാളുടെ ഹൃദയത്തിലുണ്ടെന്താ? ഒരു ഫെയിലുണ്ടായാൽ അതിന് ഫായില് വേണം. ഒരു ഫെയിലുണ്ടായാൽ ഫായില് എന്തായാലും അതിന് അത്യാവശ്യമാണ്. അപ്പോൾ ഒരടയാളമുണ്ടെങ്കിൽ ആ അടയാളപ്പെടുത്തിയതായിരിക്കുന്ന, അടയാളമിട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലായി? ഈ ആകാശത്തിനും ഭൂമിയൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ഈ ഒട്ടക കാഷ്ടത്തിന് ഒട്ടകത്തിന് മേൽ അറിയിക്കുന്നത് പോലെ ആകാശം ഭൂമിയും സൃഷ്ടാവായിരിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ തെളിവാണ് ഏറ്റവും ഇജ്മാലിയായ തെളിവ്. പിന്നെ ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല ആവശ്യം. എന്തിനേറെ പറയുന്ന സുഹൃത്തുക്കളെ, സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ഹുദുഹുദ് പറഞ്ഞില്ലേ? ആ മരംകൊത്തി പക്ഷി അല്ലേ? എന്താ മരംകൊത്തി പക്ഷി പറഞ്ഞത്? അലാ യസ്ജുദു ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി വൽ അർള്. കണ്ടോ? അവരെന്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നില്ല? അല്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി, ആകാശഭൂമികളിൽ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനായ, ആകാശത്തിലുള്ളായിരിക്കുന്ന മഴയെ അതുപോലെ ഭൂമിയിലുള്ളായിരിക്കുന്ന സസ്യങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരുത്തന് അവരെന്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നില്ല? അപ്പോൾ ഈ മരംകൊത്തിയുടെ ചിന്തയിൽ പോലും എന്തുണ്ട്? ഈ ഒരു ഫീലുണ്ടെങ്കിൽ ഒരു ഫായിൽ വേണം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാകും, മൃഗത്തിന് പോലും ഉണ്ടാകും ഈ അറിവ് എന്നുള്ളത് അല്ലേ? മൃഗത്തിന് പോലും ഈ അറിവുണ്ടാകും.
ഉദാഹരണം നമ്മൾ ചെറിയ ഒരു കുഞ്ഞിനെ എടുക്കുക, ഒരു 1-2 വയസ്സായ ഒരു കുഞ്ഞിനെ. നിങ്ങൾ ആ കുഞ്ഞ് കാണാതെ ആ കുഞ്ഞിൻ്റെ തല ഒന്ന് തോണ്ടി നോക്കി, എന്താ ആ കുഞ്ഞിനെന്താ ചെയ്യുക? തോണ്ടി നോക്കിയാൽ തോണ്ടിയ ഒരാളുണ്ട് എന്ന് മനസ്സിലായി തിരിഞ്ഞു നോക്കൂലേ? തിരിഞ്ഞു നോക്കും. ആരും കണ്ടില്ലല്ലോ, ഒന്നുകൂടി തിരിഞ്ഞു നോക്കും. പിന്നെ മൂപ്പര് ആരും കാണുന്നില്ല, ആളെ കാണുന്നില്ല എന്ന് വെക്കുള്ളൂ. ഇപ്പം നിങ്ങൾ മുമ്പിൽ എന്നിട്ട് പറയുകയാണ് ആ കുഞ്ഞിനോട്, ആരും തോണ്ടിയത് തന്നാലെങ്ങനെ ഒരു തോണ്ട് വന്നതാണ്. തന്നാലൊരു തോണ്ട് വന്നാൽ നേരെ കുഞ്ഞിരിക്കും, അതുണ്ടാവില്ല. മനസ്സിലായില്ലേ? ആരും തോണ്ടിയല്ല, ആരും തോണ്ടിയല്ല, അത് തന്നാലങ്ങനെ ഒരു തോണ്ട് ഇങ്ങനെ തലക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു പോലും 2-3 വയസ്സായ കുഞ്ഞു പോലും അത് അംഗീകരിക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, അത് ഏതൊരു വ്യക്തിക്ക് ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതൊരു പ്രവർത്തിച്ച ആളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് ഹുദ്ഹൂദ പറഞ്ഞത്, അലാ യസ്ജുദു ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളിൽ മറഞ്ഞു കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവനായ അള്ളാഹുവിന് ഒരു സുജൂദ് ചെയ്യുന്നില്ല. അപ്പോൾ സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താണ് ഈ ഹുദ്ഹൂദ മനസ്സിലാക്കിയത്? സുജൂദ് ചെയ്യാൻ എന്തുകൊണ്ട് അവർ സുജൂദ് ചെയ്യണം? അവനാകുന്നു ആകാശഭൂമികളിലുള്ള സർവ്വത്തിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ എന്നുള്ള അറിവ് ആർക്കുണ്ടായി? ഈ ഹുദ്ഹൂദുക്കുണ്ടായി. അവന് സുജൂദ് ചെയ്യണമെന്നുള്ള ആയിരിക്കുന്ന ഒരു അറിവും ഈ ഹുദ്ഹൂദുക്കുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു മനുഷ്യനല്ല പറയുമ്പോൾ അതൊരു ബഹീമിൻ്റെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഇനത്തിൽപ്പെട്ടതാണിത്. എന്നിട്ട് പോലും അത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവ് നമ്മൾ എന്ത് വേണം? ഈ അറിവ് നമുക്ക് ഉണ്ടായിരിക്കൽ അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണം പറയാം, മറ്റൊരു ഉദാഹരണം എടുക്കുക. കുറച്ച് അല്പകാലം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റിൻ്റെ അനന്തരഫലമായിട്ട് റുബുൽ ഖാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലേ? റുബുൽ ഖാലി അറേബ്യയിൽ ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു മരുഭൂമിയാണ് റുബുൽ ഖാലി അല്ലേ? കേട്ടിട്ടില്ലേ റുബുൽ ഖാലി എന്നുള്ളത്? റുബുൽ ഖാലി ഏറ്റവും വലിയ ഒരു മരുഭൂമിയാണ് റുബുൽ ഖാലി. ആ റുബുൽ ഖാലിയിൽ ശക്തമായ കൊടുങ്കാറ്റടിച്ചുകൊണ്ട് അവിടെയുള്ള മണലുകളൊക്കെ നീങ്ങിപ്പോയി. മണലുകളൊക്കെ നീങ്ങിപ്പോയതിന് ശേഷം അവിടെ എന്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊടുങ്കാറ്റടിച്ചപ്പോൾ മണലുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം സംഭവിച്ചപ്പോൾ അവിടെ എന്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്? അവിടെ ഏതോ ഒരു വലിയൊരു പട്ടണം, ഒരു മദീന, ഒരു പട്ടണം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ശാസ്ത്രജ്ഞന്മാർ വന്ന് പരിശോധിച്ചു. എന്താ പരിശോധിച്ചത്? അവരാരെങ്കിലും ഈ ഒരു പട്ടണം ആരാണ് ഉണ്ടാക്കിയത്, എത്ര കാലം മുന്നാണ് ഉണ്ടാക്കിയത് എന്നാണ് അവർ പരിശോധിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ശാസ്ത്രജ്ഞന് തനിയെയാണ് ഇതിവിടെ ആരുണ്ടാക്കിയതല്ല, ഈ പട്ടണം ഈ മരുഭൂമിയിൽ കടന്ന് മരുഭൂമിയുടെ പ്രവർത്തനം കൊണ്ട് തനിയെ ഉണ്ടായിത്തീർന്ന ഒരു പട്ടണമാണെന്ന് ആരും ചിന്തിച്ചില്ല. അവരെന്താ ചിന്തിച്ചത്? തീർച്ചയായിട്ടും ഇതൊരു പട്ടണമാണ്, ഇതുണ്ടാക്കിയ ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരേത് കാലഘട്ടത്തിലുള്ളവരാണെന്നും അവരാരായിരുന്നു ഇതെന്നും അവർ ചിന്തിക്കുക ചെയ്തത്. നേരെ മറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ പറയാ, ഇതാരുണ്ടാക്കിയതല്ല, ഈ പട്ടണം ആരും ഉണ്ടാക്കിയതല്ല, അത് തനിയെ ഉടലെടുത്തതാണ് എന്ന് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ അതുമായിട്ട് ആ പരസ്യ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നാൽ അയാളെ എന്താ പറയുക? ആളുകൾ അയാൾക്ക് ഭ്രാന്താന്ന് പറയും. മണലൊക്കെ കൂടി ഒരുപാട് നൂറ്റാണ്ട് അല്ലെ സംവത്സരങ്ങൾ കഴിഞ്ഞതോടുകൂടെ ഒരു പട്ടണം അതിൻ്റെ ഉള്ളിൽ തനിയെ രൂപം കൊണ്ടതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ഭ്രാന്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരും ചിന്തിച്ചത് എന്താണ്? ഇങ്ങനെ കൊടുങ്കാറ്റടിച്ച സന്ദർഭത്തിൽ ഇവിടെ ഒരു പട്ടണം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണിത്? അതിനെ ഇവിടെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇതുപോലെ ഇതാണ് ഇതിൻ്റെ പേരാണ് കാനൂനു സബബിയ. എന്താ ഇതിൻ്റെ പേര്? കാനൂനു അസബബിയ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ കാര്യമായ തെളിവുകളൊക്കെ തന്നെ. ഒരു കാര്യം ഉണ്ടായെങ്കിൽ അതിനൊരു കാരണം, ഒരു കാര്യമുണ്ടായാൽ അതിനൊരു കാരണം വേണം. മനസ്സിലായില്ലേ? ആ കാരണം അനന്തമായി നീണ്ടുപോകുന്നതാവരുത്. അത് എവിടെയെങ്കിലും അത് അവസാനിക്കുന്നത് അവന് മറ്റൊരു ഒരു കാര്യമാവാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ അനന്തമായി നീണ്ടുപോകില്ല എന്നുള്ളത് എല്ലാ ആളുകളും സമ്മതിക്കുന്ന കാര്യമാണ്.
നമ്മൾ മുമ്പ് പറഞ്ഞ ഓർമ്മ ഉണ്ട് എന്താണ്, ഒരുപാട് ഒരു 10,000 പൂജ്യം ഇട്ട് അതിൻ്റെ തലക്കൽ ഒരക്ഷരം സംഖ്യ ഇട്ടിട്ടില്ലെങ്കിൽ ആ പൂജ്യം മുഴുവനും ഇല്ലാത്തതിൻ്റെ സ്ഥാനത്താണ്. അതിൻ്റെ തലക്കൽ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അതിന് വിലയുള്ളൂ. ഇതുപോലെയാണ്, അനന്തമായി നീളാൻ പാടില്ല, ഒന്നുകിൽ അവസാനിക്കണം. ആ അവസാനിക്കുന്ന ശക്തി അതാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് കാനൂന് സബബിയ എന്ന് പറയുന്നത്. ഈ കാനൂന് സബബിയാണ് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആറാബിയുടെയും ഹൃദയത്തിലുള്ളത്. അതുപോലെ തന്നെ മരങ്ങൾ മാറി മാറി കൊത്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഹുദ്ഹുദയുടെയും എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ എന്തുണ്ട്, ഈ ഒരു കാര്യമുണ്ട്. അത് നമുക്കും വേണം. അങ്ങനെ അതും ആ നിലക്കുമുള്ള ചിന്തയും ഇല്ലാത്തവൻ്റെ അവൻ്റെ ഈമാൻ എന്തല്ല, ശരിയല്ല. ഒരു അന്ധമായ തെക്ലീദാവാൻ പാടില്ല. മറസിലെ ബുക്കിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 20 സിഫത്ത് പഠിച്ച്. അള്ളാഹു താല ഉണ്ട് എന്നുള്ള കാരണം മദ്രസയിൽ ഉസ്താദ് പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിക്കലെ ഉസ്താദ് പറഞ്ഞ്, അല്ലെങ്കിൽ STV ക്ലാസ്സിലൂടെ കേട്ട് ഇത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടില്ല. നമുക്കത് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസമായെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈമാനായി തീരും. അങ്ങനെ പൂർവ്വ അന്ധമായ തെക്ലീദാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് അല്പം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഇന്നലെ അതിൻ്റെ വിശദീകരണമാണ്. പിന്നെ മുസ്തനിഫ് റഹിമഹുല്ലാ പറയുന്നത് ഒന്ന് ഞാൻ വായിച്ചു പോകാം. യജിബു നിർബന്ധമാണ്. യാനി എന്ന് പറഞ്ഞാൽ മുസ്തനിഫ് ഉദ്ദേശിക്കുന്ന യാനി. അറബികളൊക്കെ സാധാരണ സംസാരത്തിൽ വരുത്തുമ്പോൾ യാനി എന്നുള്ളത് അതായത് എന്നർത്ഥം. യജിബു ഷർഅൻ അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിൻ്റെ മേലും നിർബന്ധമാണ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മലക്കുകളും ജിന്നുകളും പെടും. മലക്കുകളും ഒരഭിപ്രായത്തിൽ മുക്കല്ലഫാണ് എന്നൊരു അഭിപ്രായത്തിൽ മലക്കുകളും പെടും. പക്ഷേ ജിന്നുകൾ മുക്കല്ലഫാവുന്നത് നമ്മളെപ്പോലെ ആയിക്കോണമെന്നില്ല. നമ്മൾക്ക് കഴിയാത്ത പല കാര്യങ്ങളും ജിന്നിന് കഴിയും. നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറന്ന് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ടോ? പറന്നു പോയിട്ട് കൽപ്പിക്കുന്നുണ്ടോ? ഇൻസുകളാ നമ്മളോട് പറന്നു പോയിട്ട് ഹജ്ജ് ചെയ്യാൻ കൽപ്പിക്കുന്നില്ല. ആവശ്യം നമ്മുടെ സാധാരണ കഴിവിൽ പെട്ടതല്ല അത്. എന്നാൽ ഒരു ജിന്നിനോട് എന്തുണ്ടായേക്കാം? വിരോധമില്ല, പറന്നു പോയിട്ട് ഹജ്ജ് ചെയ്യാനുള്ള കൽപ്പന ഉണ്ടായേക്കാം. കാരണം അത് അവൻ്റെ കഴിവ് പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വിഷയത്തിൽ ഈ തക്ലീഫിൻ്റെ രൂപത്തിലൊക്കെ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാകാം. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. എല്ലുകളാണല്ലോ ജിന്നുകളുടെ ഭക്ഷണം. അപ്പോൾ അന്നലിക്ക് പല വ്യത്യാസങ്ങളൊക്കെ പലതിലും ഉണ്ടാവാം. എന്നിരുന്നാലും അവരെന്ത് തന്നെയാണ്, മനുഷ്യനോട് കീർത്തിക്കപ്പെട്ടതായിരിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും കർമ്മപരമായിരിക്കുന്ന വിശ്വാസങ്ങളെല്ലാം തന്നെ ആരോടും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ജിന്നുകളോടും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആട്ടെ, അപ്പോൾ മുക്കല്ലഫായ എല്ലാവരും നിർബന്ധമാണ്. വഹുവ ആരാണ് മുക്കല്ലഫ്? അൽ ബാലിഗുൽ ആഖിലുമാണ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവൻ എന്നുള്ളത് ആരെക്കുള്ള ചേർത്തിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരാ നമ്മളെക്കുള്ള ചേർത്ത് നോക്കുമ്പോഴാണ് പ്രായപൂർത്തിയായവൻ എന്ന് പറയുന്നത്. ജിന്നുകളും മലക്കുകളൊക്കെ ആണെങ്കിലും അവർ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെ അവർക്കത് നിർബന്ധമാണ്. കാരണം അവർക്ക് പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കാലങ്ങളൊന്നുമില്ല. അതിൽ ആക്കിൽ ബുദ്ധിയുള്ളവനാവണം. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ച ശക്തി, കേൾവി ശക്തിയൊക്കെ ശരിയായ നിലക്ക് അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അതും കൂടി അക്കൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ ആയിരിക്കണം അക്കൽ ബുദ്ധിയെ പ്രവർത്തിക്കുന്നത്. ചെവി കൊണ്ട് കേൾക്കുന്നതിലായിരിക്കും അക്കലിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. അപ്പോൾ ആക്കൽ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് വേണം? യഥാർത്ഥത്തിൽ അവന് കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ഒക്കെ വേണം. അപ്പോഴേ ആക്കലും കൂടി ആവുള്ളൂ. അതുകൊണ്ടാണ് മുസ്തനിഫ് അത് പ്രത്യേകം ഒന്ന് പറയാതിരുന്നത്. ആക്കൽ എന്നുള്ളത് പെട്ടു. അപ്പം ആക്കലും മാലികുമായിരിക്കുന്ന മുക്കല്ലഫിൻ്റെ മേൽ നിർബന്ധമാണ്. മാദിക്ര മേൽ പറയപ്പെട്ടത്. ഏതാ മേൽ പറയപ്പെട്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണ്. അക്കലിയായ ബുദ്ധിപരമായ നിലക്ക് അള്ളാഹു 20 സിഫത്തുകൾ നിർബന്ധമായതും 20 സിഫത്ത് മുസ്തഹിലായതും 1 സിഫത്ത് ജായിസായതും, പ്രവാചകന്മാർക്ക് 4 സിഫത്ത് നിർബന്ധമായതും 4 സിഫത്ത് പാടില്ലാത്തതും 1 സിഫത്ത് ജായിസുമാതായിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് മാദിക്ര. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു മുക്കല്ലഫായ മനുഷ്യനറിയൽ നിർബന്ധമാണ്. ഷറ എന്ന് പറഞ്ഞാൽ ശരി, അതായത് ഷറയിൽ വാജിബാണ്. എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് അല്ലത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബുദ്ധി കൊണ്ടല്ല നിർബന്ധമാകുന്നത്. ബുദ്ധി ഉണ്ടായാൽ തന്നെ നിർബന്ധമാണെന്ന് പറഞ്ഞ മുഅ്തസില വിഭാഗത്തിൻ്റെ ആ വാദത്തിന് മറുപടിയും കൂടിയാണ്. ശരീഅത്തിൻ്റെ കൽപ്പന വന്നതിന് ശേഷം ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മുക്കല്ലഫിന് നിർബന്ധമാകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ യാരിഫാന്നുണ്ട് കേട്ടോ. യാരിഫ് യജിബു ഷർഅൻ അലാ കുല്ലി മുക്കല്ലഫിൻ
അയ്യാരിഫ മാതുക്കറ അയ്യാരിഫ എന്നല്ലേ എന്നാലും നമ്മളൊന്നും പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതെ, അതെ അയ്യാരിഫ ഇതിൽ കാല അയ്യാരിഫ് അവൻ അറിയാം, മാതുക്കറ മേൽ പറയപ്പെട്ടതിന് അവൻ അറിയാം എന്നുള്ള നിർബന്ധമാണ്. ലിയൻഹു യക്കൂനു ബി മാരിഫത്ത് ദാലിക്ക, അപ്പം മാരിഫത്ത് ഉണ്ടാവുന്ന നിർബന്ധമാണ്. എന്തുകൊണ്ട്? ലിയൻഹു ഇവന്, ഈ മുക്കല്ലഫ മനുഷ്യൻ, യക്കൂനു അവനാകും ബി മാരിഫത്ത് ദാലിക്ക, ഇതിനെ അറിയൽ കൊണ്ടാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങളെ അറിയൽ കൊണ്ട് മുഅ്മിനൻ, നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒന്നിച്ച് പേസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇത് പോയി പോകുന്നത്. ഓരോന്നോരോന്നാകുമ്പോൾ ഇത്ര പ്രശ്നം വരുന്നില്ല. ഒരു മിനിറ്റ്. അയ്യാരിഫ മാദിക്ര ലിയന്നഹു ബിമാരിഫത്തി യകൂനു മുഅ്മിനൻ. അല്ലേ? ലിയന്നഹു യകൂനു ബിമാരിഫത്തി അയ്യാരിഫ മാദിക്ര ലിയന്നഹു യകൂനു ബിമാരിഫത്തി ദാലിക. അതെ, ഞാൻ പേസ്റ്റ് ചെയ്യുന്നത് നോക്കിയോളൂ, ഇതാണ് എൻ്റെ ശരിയായത് കേട്ടോ. അതെ, പേസ്റ്റിൽ വരുന്നിടത്തുള്ള പ്രശ്നമാണ്. അയ്യാരിഫ മാദിക്റനെ അവൻ അറിയാൻ നിർബന്ധമാണ്. ലിയന്നഹു യകൂനു ബി മാരിഫത്തി ദാലിക മുഅ്മിനൻ, ഇത് അറിഞ്ഞാലേ അവൻ മുഅ്മിനാവുകയുള്ളൂ. മുഹഖിഖൻ ലി ഈമാനി, അവൻ്റെ ഈമാൻ ശരിയായ നിലക്ക് ഉള്ളവനായി തീരുകയുള്ളൂ. ഈമാനിനെ അവന് തഹഖീഖ് എന്ന് വെച്ചാൽ ഒരു വസ്തു തഹഖീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരുക എന്നുള്ള. മുഹഖിഖൻ ലി ഈമാനി അലാ ബസീറത്തും ഫി ദീനിഹി, അവൻ്റെ ദീനിൽ ഉൾക്കാഴ്ചയോടുകൂടെ അവൻ്റെ ഈമാൻ ഉള്ളവനായി തീരുന്നത് ഏതുകൊണ്ടാകുന്നു? ഈ അറിവ് അവനുണ്ടായെങ്കിൽ മാത്രമേ അവൻ ഒരു യഥാർത്ഥ മുഅ്മിൻ ആവുകയുള്ളൂ. ഇനി മുസന്നിഫ് പറയും വൈന്നമാ കാല, എന്തുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ല യാരിഫ് എന്ന് പറഞ്ഞത്? വൈന്നമാ കാല യാരിഫ്, അവൻ അറിയണം, മാരിഫത്ത് വേണമെന്ന് പറഞ്ഞത്. വലം യഖുൽ യജ്സിമു, ഉറപ്പിച്ചാൽ പോരെ, മനസ്സോട് ഉറപ്പിച്ചാൽ പോരെ, അത് പോരാ. മുസന്നിഫ് മാരിഫത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇഷാറത്തൻ, അതൊരു സൂചനയാണ്. ഇല അന്നൽ മത്ലൂബ ഫി അഖായിദിൽ ഈമാനി, ഈമാൻ ഒരു മനുഷ്യൻ്റെ വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങളിൽ തേടപ്പെടുന്നത് എന്തിനെയാകുന്നു? അൽ മാരിഫത്തു, മാരിഫത്തിനാണ്. വഹിയ എന്താ മാരിഫത്ത് എന്ന് വെച്ചാൽ അൽ ജസ്മുൽ മുതാബിഖു അൻ ദലീലിൻ, തെളിവ് സഹിതം യാഥാർത്ഥ്യത്തിനോട് യോജിച്ചതുമായിട്ടുള്ളതായിരിക്കും ഉറപ്പാകുന്നു. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അൽ ജസ്മുൽ മുതാബിഖു അൻ ദലീലിൻ, തെളിവ് സഹിതം യാഥാർത്ഥ്യത്തിനോട് യോജിച്ചതിനെ കുറിച്ചുള്ള ഉറപ്പ്. നമ്മൾ പറഞ്ഞു ആ ഉറപ്പ് പോരാ, എന്തുകൂടി വേണം? ഉറച്ചതിനെ തുടർന്നുണ്ടാകുന്ന മനസ്സിൻ്റെ മന്ത്രണവും കൂടി ഉണ്ടാകുമ്പോൾ എന്താവുള്ളൂ? ഈമാൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ഈമാനും മാരിഫത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവ് സഹിതം യാഥാർത്ഥ്യത്തിനോട് യോജിച്ചുകൊണ്ടുള്ള ഉറപ്പ്, അതാണ് മാരിഫത്ത്. ആ മാരിഫത്തിനെ തുടർന്നുണ്ടാകുന്നതാണ് ഈമാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വലാ യക്ഫി ഫിഹ തഖ്ലീദ് അതിൽ മതിയാവില്ല. ഇത് വിശ്വാസപരമായ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലല്ല, വിശ്വാസപരമായ കാര്യത്തിൽ തഖ്ലീദ് പാടില്ല. വഹുവൽ ജസ്മു അൽ മുതാബിഖു ഫി അഖായിദിൽ, എന്താണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ? അൽ ജസ്മുൽ മുതാബിഖു, സംഗതി യോജിച്ച വിശ്വാസം തന്നെയാണ്. ഫി അഖായിദിൽ ഈമാനി, വിശ്വാസപരമായ കാര്യത്തിൽ യഥാർത്ഥത്തിനോട് യോജിച്ച ഉറപ്പ് തന്നെയാണ്. പക്ഷേ ബിലാ ദലീലിൻ, അതിനെന്തുണ്ടാവില്ല? തെളിവുണ്ടാവില്ല. അപ്പോൾ സക്കരിയ സലാഹ് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? സക്കരിയ സലാഹും കൂട്ടരും ജിന്നിനെ വിളിച്ചാൽ നിരുപാധികം ഷിർക്കാണെന്ന് പറയാൻ പാടില്ല, അല്ലേ? മനസ്സിലാക്കിയ സുഹൃത്തുക്കളെ, ജിന്നിനെ വിളിച്ചാൽ നിരുപാധികം ഷിർക്കാണെന്ന് പറയാൻ പാടില്ല. അവിടെയൊക്കെ നോക്കണം, വിശ്വാസത്തിൽ എന്തെല്ലാമൊക്കെ നോക്കണം. അപാകതയുള്ള വിശ്വാസത്തിൽ മാത്രമേ അപാകതയുള്ളൂ. നിരുപാധികം വിളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആളെന്താവില്ല. അടുത്തുള്ള ജിന്നിനെ വിളിച്ചാലും, പുഴയിലൊരാൾ മുങ്ങി മരിക്കുമ്പോൾ അല്ലെ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ജിന്നിനെ വിളിച്ചാൽ അത് ഷിർക്കല്ല എന്നാൾ പറയുന്നുണ്ട്. അത് ഏതുകൂടി വരണം? അബോധികമായ രീതിയിലുള്ള എന്ന് പറയുന്ന ഒരു ഇതുകൂടി ചേർത്ത് പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്.
അപ്പോൾ എന്താണ്, പക്ഷേ അവർ ഇപ്പോൾ ഈ വിഷയത്തിൽ മറ്റൊരു കൂട്ടർ പറയുന്നത് എന്ത് വേണം, അങ്ങനെ ശിർക്കാകുമെന്ന്. ഇപ്പോൾ ഇവർക്ക് എന്തില്ല, ഇവർക്ക് തെളിവ്, രണ്ട് കൂട്ടർക്കും വ്യക്തമായ തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഓല് എവിടേക്ക് പോകാമെന്ന് വെച്ചത്. അവർക്ക് തെളിവില്ലാതെ അവർക്ക് തെളിവില്ലാത്തതിൻ്റെ പേരിലാണ് ഓല് എങ്ങോട്ട് പോകണം എന്ന് വെച്ചത്. ഒരു പരസ്പരം പറയുന്നത് എങ്ങോട്ടാണ്, അറബി ശൈഖന്മാരെടുത്ത് പോകണം. അറബി ശൈഖന്മാരെടുത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാര്യം തീരുമാനിക്കാം. ഇവർക്ക് എന്തില്ല, ഖുർആനും ഹദീസുകളൊന്നും ഖുർആനും ഹദീസും ഒക്കെ എടുത്ത് പരിശോധിച്ചിട്ട് ഇത് ശിർക്കാണോ അല്ലേ എന്നുള്ളതിന് തെളിവ് ഓൽക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ട് ഗ്രൂപ്പായി തീർന്നത്. കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ അവർ ഒരു ഗ്രൂപ്പേ ആവുള്ളൂ. അപ്പോൾ ഒരു കൂട്ടർ കണ്ടെത്താൻ പറ്റുന്ന, ഒരു കൂട്ടർ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, നമ്മൾക്ക് അവിടെ പോകണം. ഇതിൽ വ്യക്തമായ നമുക്ക് തിരിയായികയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ പോകണം, അറബി ശൈഖന്മാരെടുത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ മുഫ്തിൻ്റെ അടുത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് ഇത് അവരെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസപരമായ കാര്യത്തിലാണ് ആർക്ക് തക്ലീദുള്ളത്, ഈ മൗലവിമാർക്കും ഈ സലഫി എന്ന് പറയുന്ന ഈ നാട്ടിലെ വഹാബികൾക്കൊക്കെ ഉള്ളത് പ്രശ്നം. നമ്മൾ പറയുന്നത് എന്താണ്, തക്ലീദ് അനുവദനീയമായ മേഖല ഏത് മാത്രമേ ഉള്ളൂ, കർമ്മപരമായ വിഷയത്തിൽ മാത്രമേ തക്ലീദ് നിർബന്ധമാണ് നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് സാധാരണക്കാരായ ഇന്ന് ഇജ്തിഹാദിന് അർഹത ഉള്ളവരില്ല, ഉണ്ടാവുന്നതിന് എതിരൊന്നുമില്ല. അതൊരു അഖലിയ മുഹാലല്ല, അഖലിയ മുഹാലല്ല. ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ഒരു മുക്കല്ലിബിനെ ഒരു മുജ്തഹിദ് ഉണ്ടായിക്കൂടെ? മുജ്തഹിദ് ഉണ്ടാവാം. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ഒരു മുജ്തഹിദ്, അതായത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളായിരിക്കുന്ന എല്ലാ വിഷയത്തിലും നല്ല കഴിവുറ്റ 10-15 ഫന്നുകളിൽ നല്ല അഗാധ പാണ്ഡിത്യം നേടിയതായിരിക്കുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളായിരിക്കുന്ന ഒരാൾ ഉണ്ടാവുന്നതിന് എന്ത് തടസ്സമുണ്ടോ? അതിന് തടസ്സമൊന്നുമില്ല, ബുദ്ധിപരമായിട്ട് എന്ത് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ തക്ലീദ് മുഹാലാന്നും അല്ല, പിന്നെ മുജ്തഹിദ് ഉണ്ടാവൽ മുഹാലാണ്, അസംഭവ്യമാണ് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്നതില്ല. അതുകൊണ്ട് നമ്മുടെ ഉലമാക്കളെല്ലാം പറയുന്നു ഫുറൂഇൻ്റെ വിഷയത്തിൽ തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന്. ഫിഖ്ഹുപരമായ വിഷയത്തിൽ നമ്മൾ വിശ്വാസം, നമ്മൾ വളരെ കറക്റ്റായ വിശ്വാസം നമ്മുടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനുള്ള ഫുറൂഇയാത്തിൽ തക്ലീദ് അനുവദനീയമാണ്. എന്നാൽ അഖായിദുൽ ഈമാനിൽ തെളിവില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. ഇവരാണെങ്കിലോ ഇവരെ നേരെ എതിര്, വിശ്വാസപരമായ കാര്യത്തിൽ ഇവർ അന്ധമായ തഖ്ലീദ്. അത് ഇബ്നു തൈമിയ്യ എന്ത് പറയുന്നത് നോക്കിയിട്ടാണ് അവർ വിശ്വസിക്കുള്ളൂ. ഇബ്നു ഖയ്യിം അയാളെ കിതാബിൽ എന്ത് പറയുന്നത് നോക്കിയിട്ട് അവർ വിശ്വസിക്കുന്നുള്ളൂ. അവർ ഖുർആന് എന്തർത്ഥം പറയുന്നത് അതേ ശരിയുള്ളൂ, അത് അന്ധമായിട്ട് അതിനെ പിന്തുടരുന്നു. അവർ ശിർക്കാണെന്ന് പറഞ്ഞ് ഇവർ ശിർക്കാണെന്ന് പറയുന്നു, അവർ തൗഹീദാണെന്ന് പറഞ്ഞ് ഇവർ തൗഹീദാണെന്ന് പറയുന്നു. അല്ലേ? അതല്ലേ നടക്കുന്നത്. ശിർക്കിനും തൗഹീദുമാകുന്ന ഈമാനുമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യത്തിലാണ് ഇവർ തഖ്ലീദ് ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം അനുവദിച്ച തഖ്ലീദ് ഏതിൽ മാത്രമാകുന്നു? വിശ്വാസപരമായ കാര്യത്തിലല്ല തഖ്ലീദ് ചെയ്യാൻ പറഞ്ഞത്. അമലിയായ കർമ്മപരമായിരിക്കുന്ന വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെ നാസിഖ്, ഇതിനെ ദുർബലപ്പെടുത്തുന്ന ആയത്തുകൾ അറിയണം, മൻസൂഖ് അറിയണം, അതിന് മക്കിയായ ആയത്ത് അറിയണം, മദനിയായ ആയത്ത് അറിയണം, അതുപോലെ മുജ്മൽ ആയത്ത്, മുബയ്യനായിരിക്കുന്ന ആയത്ത് വേണം, അതുപോലെ അതിൻ്റെ മജാസ്, ഹഖീഖത്ത് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അറിഞ്ഞ, അതുപോലെ തന്നെ ഹദീസുകളായിരിക്കുന്ന ഹുക്കുമുകൾ പരാമർശിക്കുന്ന ഹദീസുകൾ അറിയണം, ഇജ്മാകളെ കുറിച്ച് അറിയണം. ഇങ്ങനെ അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം വേണം തുടങ്ങിയതായിരിക്കുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളായിരിക്കുന്ന ഉലമാക്കൾ സമ്മേളിച്ചതായിരിക്കുന്ന അറിവുകളൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുറൂഇ വിഷയത്തിൽ ഹുക്കുമുകളെ പിടിച്ചെടുക്കാൻ നെസ്സുകളിൽ നിന്ന്, തെളിവുകൾ, ഖുർആൻ ഹദീസുകളിൽ നിന്ന് മതവിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവുണ്ടാവുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. അത് സാധാരണക്കാർക്കും ഒരു അല്പം പഠിച്ച പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, ഇമാം സുഖ്ബി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ ആയിരിക്കുന്ന വലിയ അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് പോലും അത് സമൂഹം അംഗീകരിച്ച് കൊടുത്തിട്ടില്ല ഇജ്തിഹാദിൻ്റെ മക്കാം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. എല്ലാവർക്കും അത് നടക്കൂല. ഇവിടെ അങ്ങനെ എല്ലാവരും ഇവർ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പണി, ദുനിയാവ് ഇവിടെ സ്തംഭിച്ചു പോകും. എല്ലാവരും ഇങ്ങനെ ഖുർആൻ ഹദീസ് മനസ്സിലാക്കാൻ ഇവിടെ എല്ലാവരും പള്ളിക്ക് പോയി, അറബി കോളേജിൽ പോയി പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ നടത്താൻ ആളുണ്ടാവില്ല, അതുപോലെ ആശാരിപ്പണിക്ക് ആളുണ്ടാവില്ല, അതുപോലെ മറ്റുള്ള കമ്പനികൾ നടത്താൻ ആളുണ്ട്. ദുനിയാവിൻ്റെ എല്ലാ വർക്കിങ്ങും അവിടെ സ്തംഭിച്ചു പോകും. അപ്പോൾ നടപ്പുള്ള കാര്യമല്ല. നേരെ മറിച്ചുകൊണ്ട് വിശ്വാസപരമായ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. കർമ്മപരമായ വിഷയത്തിൽ തഖ്ലീദ് ചെയ്യുകയും നിർബന്ധമാണെന്നാണ്. ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ് തഖ്ലീദ്, നിർബന്ധം. അങ്ങനെ തന്നെ കിതാബിൽ പറയുന്നുണ്ട്, നിർബന്ധമാണെന്ന്. നമ്മൾ ഇജ്തിഹാദ് ചെയ്യാൻ പോകരുത് ഖുർആൻ ഹദീസ് നോക്കി. പക്ഷേ ഇവരെന്താണ്, ഇവർ നേരെ എതിര്. വിശ്വാസപരമായ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യും, അമലിൻ്റെ കാര്യത്തിലോ ഇജ്തിഹാദും ചെയ്യും.
ഹദീസില്ലേ കുനൂത്ത് ഓതണ്ടെന്നുള്ളതിന് ഹദീസില്ലേ, അതുപോലെ കൂട്ടുപ്രാർത്ഥന നടത്തണ്ടെന്നുള്ളതിന് അതില്ല ഇതില്ലേ. ഓരെന്താ വേഗം ആയത്തു ഹദീസ് ഉണ്ടോന്ന് ഇതിൽ കർമ്മപരമായ വിഷയത്തിൽ, അടിസ്ഥാനപരമായ വിഷയത്തിൽ ഇബ്നു തൈമിയ പറഞ്ഞത്, ഇബ്നു ഖയ്യിം പറഞ്ഞത്, അല്ലെങ്കിൽ സലഫികൾ പറഞ്ഞത്, അല്ലെങ്കിൽ സൗദി ഉലമാക്കൾ പറഞ്ഞത്, അല്ലെങ്കിൽ UAE ഉലമാക്കൾ പറഞ്ഞത് മാത്രമാണ് അവർ വിശ്വസിക്കുക. അതാണ് തഖ്ലീദ്. മനസ്സിലായില്ലേ? അതാണ് നേരെ എതിര്, എല്ലാത്തിൻ്റെയും നേരെ എതിര്. പിന്നെ അതന്നെ ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകളെ വാർത്ത് വിട്ടിട്ടുണ്ടെന്ന് അഭിമാനം കൊണ്ടിട്ടുണ്ടെന്നതാണ് മൗലവി ഗ്രൂപ്പുകൾ, മടവൂരി ഗ്രൂപ്പോ അവർ പറഞ്ഞില്ല. ആയിരക്കണക്കിന് നൂറുകണക്കിന് അല്ലേ, നൂറുകണക്കിന് മുജ്തഹിദ് മുത്തലക്കുകളെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവർ. എന്ത് മുജ്തഹിദ് മുത്തലക്ക് പോയിട്ട് മുജ്തഹിദ് മസായിൽ വരെ ഉണ്ടോ അവർക്ക്? മദ്ഹബ് പോയിട്ട് മുജ്തഹിദ് മസായിൽ വരെ. തഖ്ലീദിന് തന്നെ തഖ്ലീദ് മുത്തബീന കഴിഞ്ഞ സമ്മാനത്തിൽ പറഞ്ഞിട്ടില്ലേ വലിയ മൗലവി, ഞങ്ങൾ മുജ്തഹിദല്ല എന്നാൽ മുഖല്ലിദല്ല, ഞങ്ങൾ മുത്തബിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റ്, ഇജ്തിഹാദിൻ്റെയും തഖ്ലീദിനിടയിൽ വേറൊരു പോസ്റ്റ് തിരികെ കയറ്റിട്ട് അവിടെയാണ് ഇപ്പോൾ ഇരുത്തം. മനസ്സിലായില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്താ മുത്തബി എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ? ഈ മുത്തബീനിക്ക് മുജ്തഹിദിൻ്റെ സിഫത്തുകൾ വേണോ വേണ്ടേ? മുജ്തഹിദിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണ്ടേ? ഉണ്ടാവണ്ടെന്ന് പറഞ്ഞാൽ അവന് എന്തായി? മുജ്തഹിദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോസ്റ്റ് മുഖല്ലിദേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ വേറൊരു പോസ്റ്റ് ഇല്ല. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്താടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേറൊരു തസ്തിക അവിടെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇപ്പോൾ ഇരുത്തം. മനസ്സിലായില്ലേ? ജഹാലത്തിൻ്റെ ഒരു എന്തെന്ന് പറയുക, ജഹാലത്തിൻ്റെ അത്യുന്നതി, ഖിമ്മത്തുൽ ജഹാല എന്നാണ് ഇതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റും. ഏതായാലും ആവട്ടെ. അപ്പം നമ്മുടെ വിഷയം എന്താ? പിന്നെ അഖീദൻ്റെ വിഷയത്തിൽ തെളിവില്ലാതെ പറയുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ജസ്മു വഹി അൽ ജസ്മുൽ മുതാബിഖ് എന്ന ഇത് മാരിഫത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം യാഥാർത്ഥ്യത്തിനോട് യോജിക്കുന്നതായിരിക്കുന്നു ഉറപ്പ്. അല്ലെങ്കിൽ വലാഖ്ഫി ഫിഹി തഖ്ലീദ്, അതിൽ തഖ്ലീദ് പാടില്ല. എന്താ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ? അൽ ജസ്മുൽ മുതാബിഖ് സംഭവം എന്താണ്? ഇവിടുത്തെ തഖ്ലീദ് അതാട്ടോ. ഏത് തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തഖ്ലീദ് പാടില്ല പറഞ്ഞാൽ വേറൊരുത്തൻ്റെ ഈ അഖീദൻ്റെ വിഷയത്തിൽ വേറൊരുത്തൻ്റെ കൗല് നാം തെളിവില്ലാതെ സ്വീകരിക്കുക. അത് ഇബ്നു ഖയ്യിമിൻ്റെ കിതാബിലുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ മേൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. അർശിനെ എല്ലാ ഭാഗത്തു നിന്ന് 6 ഭാഗം അള്ളാഹു തആലക്ക് 6 ഭാഗം ഉണ്ട് എന്ന് ഇബ്നു തൈമിയൻ്റെ വാദങ്ങളാണ്. 6 ഭാഗം ഉണ്ട് എന്നും അർശിനെ തൊട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇബ്നു തൈമിയൻ്റെ വിശ്വാസമുള്ളത്. അർശിമേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതെന്താ തെളിവെന്ന് വെച്ചാൽ അത് ഇബ്നു തൈമിയൻ്റെ കിതാബിൽ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇബ്നു ഖയ്യിമിൻ്റെ കിതാബിൽ അങ്ങനെ ഉണ്ട്. തെളിവെന്തോ? തെളിവില്ല. തെളിവ് അതന്നെ ഓല പറഞ്ഞത് തന്നെ. ഇതിനാണ് തഖ്ലീദ്. അത് പാടില്ല. നേരെ മറിച്ചുകൊണ്ട് ഇവിടെ തഖ്ലീദ് പിന്നെ പറ്റുന്നുണ്ടാകുന്നറിയോ? ഒരു തഖ്ലീദ് തന്നെ 2 രത്തിൽ ഇങ്ങനെ സംഭവം ഉള്ളതുപോലെ തന്നെ ആൾ വിശ്വസിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്ന് ഒരാളോട് വിശ്വസിച്ചു. അത് ശരിയായ വിശ്വാസം തന്നെയാണ്. പക്ഷേ എന്തില്ല, അയാൾക്ക് തെളിവ് ചോദിച്ചാൽ അയാൾക്ക് പറയാനില്ല. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ വഹുൽ ജസ്മുൽ മുതാബിഖു ഫി അഖായിദിൽ ഈമാനി ബിലാ ദലീലിൻ, തെളിവില്ലാതെ കണ്ട് വിശ്വാസപരമായ കാര്യത്തിൽ യാഥാർത്ഥ്യത്തിനോട് യോജിക്കുന്ന ഉറപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യവുമായി യോജിച്ചോ ഇല്ലേ എന്ന് നമുക്കറിയാനുള്ള മാനദണ്ഡം എന്താ? അതിന് മെയ്യാറ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുള്ളോ നടിക്ക് ഒരു സംഭവം, ഒരു കാര്യം യാഥാർത്ഥ്യത്തിനോട് യോജിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ പിന്നെ എന്താകുന്നു തെളിവെന്താണെന്ന് ഇന്നലെ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇന്നലെ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താണത്? അള്ളാഹുവിൻ്റെ അറിവിനോട് യോജിക്കണം. കറക്റ്റ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഇൽമിനോട് യോജിക്കുക എന്ന്. അള്ളാഹുവിൻ്റെ ഇൽമിനോട് യോജിച്ചത് നമ്മങ്ങനെ തിരിയൽ പരിശുദ്ധ ഖുർആൻ നോക്കുക. അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ ഒരു അല്പഭാഗമാണല്ലോ പരിശുദ്ധ ഖുർആൻ അല്ലേ? അള്ളാഹുവിൻ്റെ ഇൽമു മുഴുവനല്ല ഖുർആൻ. അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അല്പഭാഗമാണ് ഖുർആനും നമ്മുടെ ഇന്നും മുമ്പുള്ള ഖുർആൻ അറിയിക്കുന്നത്. അപ്പോൾ ആ ഖുർആനോട് യോജിച്ചു കൊണ്ട് വന്നാൽ അത് യാഥാർത്ഥ്യത്തിനോട് യോജിച്ചു, ഹദീസിനോട് യോജിച്ചു കൊണ്ട് വന്നാൽ അത് യാഥാർത്ഥ്യത്തിനോട് യോജിച്ചു. അതാണ് നമ്മുടെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യാഥാർത്ഥ്യത്തിനോട് യോജിക്കുന്നു, പക്ഷേ തെളിവ് ആൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അള്ളാഹു താല ഖാദിറാണ്, അള്ളാഹു താല ആലിമാണ്, അള്ളാഹു താല ഹയ്യാണ്, അള്ളാഹു താല ബസീറാണ്, അള്ളാഹു താല മുത്തക്കല്ലിമാണെന്നൊക്കെ ഒരാൾ വിശ്വസിച്ചു. പക്ഷേ എന്താണ് അള്ളാഹു താല ഹയ്യാണ് എന്നുള്ളതിന്, അള്ളാഹു താല ജീവിച്ചിരിക്കുന്ന തെളിവെന്താ? അത് തെളിവ് എനിക്കറിയില്ല. ഇങ്ങനെ തെളിവില്ലാതെ കണ്ട് വിശ്വാസപരമായ കാര്യത്തിൽ യഥാർത്ഥത്തിനോട് യോജിച്ചുകൊണ്ടുള്ള ഉറപ്പാക്കുണ്ട്. അത് പോരാ, അങ്ങനെ ഉറപ്പ് പോരാ. തെളിവ് സഹിതമുള്ള വിശ്വാസമാണ്, അറിവാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കാനാണ് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യഅരിഫ എന്ന് പറഞ്ഞിരിക്കുന്നത്, യജ്സിമ എന്ന് പറയാതെ യഅരിഫ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള തെളിവ് സഹിതമുള്ള അറിവായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നതിലേക്ക് സൂചനയാകുന്നു. ഇതാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഒരു കണ്ണിക കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കണ്ണിക അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.